PYQ ഡിസ്കഷൻ ആണ്. പ്രീവിയസ് ഇയർ ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കി. അഞ്ജന ഡാഷ് ഹെർ സിക്ക് ഫ്രണ്ട് എസ്റ്റർഡേ ഉണ്ടല്ലോ. ഇപ്പൊ ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അത് ടെൻസ് കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഫ്രൈസൽ വെർബും അറിഞ്ഞിരിക്കണം. നോക്കിയേ, നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ കാളറ്റ് ഓപ്ഷനിലുണ്ട്, കാൾ ഓൺ ഓപ്ഷനിലുണ്ട്, അതുപോലെ കാൾ അപ്പ് ഓപ്ഷനിലുണ്ട്, അതുപോലെ കാൾ ഇൻ ഓപ്ഷനിലുണ്ട്. നോക്കിയേ, തന്നിരിക്കുന്നതില്ല യെസ്റ്റർഡേ എന്ന വാക്കാണ് കിടക്കുന്നത്. യെസ്റ്റർഡേ എന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്ന വാക്കാണ്. യെസ്റ്റർഡേ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ് അല്ലെ? സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ യെസ്റ്റർഡേ വന്നു കഴിഞ്ഞാൽ എന്ത് എഴുതുക? വെർബ് നമ്മൾ ഏതെഴുതണം? V2 ഫോമിലെ വെർബാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി തന്നിരിക്കുന്ന ഫ്രൈസൽ വെർബുകളുടെ അർത്ഥം നോക്കിയേ. കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് എന്നാണ്. കോൾ അറ്റ് മീൻസ് വിസിറ്റ് എ പ്ലേസ്. കോൾ ഓൺ എന്ന് പറഞ്ഞാലോ വിസിറ്റ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ സന്ദർശിക്കുക എന്നാണ്. ഇനി കോൾ അപ്പ് എന്ന് പറഞ്ഞാലോ വിളിക്കുക എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. കോൾ ഇൻ എന്ന് പറഞ്ഞാലോ കോൾ ഇൻസൈഡ്, അകത്തേക്ക് വിളിക്കുക എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് അർത്ഥം? എന്താണ്? അഞ്ജന അവളുടെ സിക്ക് ഫ്രണ്ടിനെ, വയ്യാത്ത സുഹൃത്തിനെ പോയി കണ്ടു ഇന്നലെ. ഇപ്പൊ കണ്ടു, വ്യക്തിയെ സന്ദർശിച്ചു എന്നർത്ഥത്തിൽ ഏത് ഉത്തരം വരുന്നു കുട്ടികളെ? കോൾഡ് ഓൺ. കോൾഡ് എന്ന് പറയുന്നത് V2 ആണ്. ഇപ്പൊ സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു. കോൾഡ് ഓൺ നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. കോൾഡ് ഓൺ നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പൊ V2 ആണ് ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. യു ഹാർഡ്ലി നോ വാട്ട് ദേ ആർ ടോക്കിംഗ്. ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ യു എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. ഹാർഡ്ലി എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡ് ആണ്. പിന്നെ അതേപോലെ നോ എന്ന് പറയുന്നത് വെർബാണ്. നോക്കിയേ, തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഓക്സിലറി വെർബ് ഇല്ല. നമ്മൾ വെർബ് കണ്ടെത്തണം. എന്ത് ചെയ്യും? നോ എന്ന് പറയുന്നത് V1 ആണ്. V1 ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ഡു ആണ്. ഇനി തന്നിരിക്കുന്ന വെർബുകൾ എസ്സിൽ അവസാനിക്കുന്നതാണെങ്കിൽ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ഡസ് ആണ്. ഇനി വെർബ് V2 ആണെങ്കിൽ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ഡിഡ് ആണ്. ഇത് വെച്ചിട്ട് സെന്റൻസ് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് നോക്കി നമുക്ക് ടാഗ് ചെയ്യാം. ഇപ്പൊ തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് ആണ്, പോസിറ്റീവ് ടാഗ് എഴുതുക. അപ്പൊ നമുക്ക് അവിടെ ഡു എന്ന ഓക്സിലറി കിട്ടുന്നു. യു സബ്ജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ഉത്തരം കിട്ടുന്നു? ഡു യു നമുക്ക് അവിടെ ഉത്തരമായിട്ട് കിട്ടുന്നു. ഏത്? ഓപ്ഷൻ എ ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഉത്തരം. ഇവിടത്തെ ഓപ്ഷൻ സി എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഓപ്ഷൻ എ. ഓക്കെ. അപ്പിയറി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തെന്നാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പിയറി മീൻസ് എ പ്ലേസ് വെയർ പീപ്പിൾ കീപ്പ് ബീസ്. എന്ത് ചെയ്യുന്നുണ്ട്? ബീസിനെയൊക്കെ പാർപ്പിക്കുന്ന കൂട്, അതിന് പറയുന്ന പേരാണ്. പിന്നെ എ പ്ലേസ് എന്ത് ചെയ്യുന്നുണ്ട്? വെഹിക്കിൾ. എ സ്പേസ് വെഹിക്കിൾ. വെഹിക്കിൾസ് ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് അല്ലെങ്കിൽ പ്ലേസ് ആണ്. സ്റ്റൈൽ ഓഫ് കുക്കിംഗ്. കുക്കിങ്ങിന്റെ ഒരു രീതിയെ കുറിച്ച് പറയുന്നു. രീതിയാണ്. എ ഡീപ്പ് നാരോ വാലി വിത്ത് സ്റ്റീപ്പ് സൈഡ്സ്. എന്ത് ചെയ്യുന്നു? ഇടുങ്ങിയ ഭാഗം എന്ന അർത്ഥത്തിൽ പറയുന്നു. ഏതാണ്ട് അപ്പിയറി. അപ്പികൾച്ചർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അപ്പിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീസിന്റെ ഒക്കെ കൂടിന് പറയുന്ന പേരാണ്. അപ്പൊ നമുക്ക് ഏത് വരുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ. ഇനി അതേപോലെ ബേർഡ്സിന്റെ ഒക്കെ കൂട്ടിന് പറയുന്ന പേരാണ് നെസ്റ്റ് അല്ലെങ്കിൽ ഏവിയറി എന്നാണ് പറയുന്നത്. നെസ്റ്റ് അല്ലെങ്കിൽ ഏവിയറി എന്നാണ് പറയുന്നത്. നെസ്റ്റ് അല്ലെങ്കിൽ ഏവിയറി. നമ്മളെ ഡോഗിന്റെ കൂടിന് പറയുന്ന പേരാണ് കെന്നൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഡോഗിന്റെ കൂടിന് പറയുന്ന പേര് കെന്നൽ. എന്നാൽ പശുവിന്റെ ഒക്കെ കൂടിന് പറയുന്ന പേരാണ് ഷെഡ് എന്നാണ് പറയുന്നത്. പശുവിന്റെ ഒക്കെ കൂടിന് പറയുന്നത് കൗ കാറ്റിൽ, ഇതിന്റെയൊക്കെ കൂടിന് പറയുന്ന പേര് ഷെഡ് എന്നാണ്. ഓക്കെ. അതേപോലെ എന്നാൽ ഗോട്ടിന്റെ കൂടിന് പറയുന്ന പേര് പെൻ എന്നാണ്. PEN പെൻ എന്നാണ് കേട്ടോ. ഗോട്ടിന്റെ കൂടിന് പറയുന്ന പേര് പെൻ എന്നാണ്. ഇല്ലേ? ഡ്വെല്ലിങ്സ് ആണ് ടോപ്പിക്ക് വന്നിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഐ നോ ഹെർ നമ്പർ ഐ ഡാഷ്. ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഇഫ് ക്ലോസിന് 3 റൂളാണുള്ളത്. അതിൽ ഏത് റൂളാണ് ഈ തന്നിരിക്കുന്നത്? അവിടെ നമുക്ക് ന്യൂ എന്ന് പറയുന്നത് വെർബ് V2 ആണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സിമ്പിൾ പാസ്റ്റിന്റെ റൂള്? ഇഫ് പ്ലസ് സിമ്പിൾ പാസ്റ്റ്. ഇഫ് കഴിഞ്ഞിട്ട് സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഉത്തരമായിട്ട് ഏത് വരുന്നു? വുഡ് വരാം, അതുപോലെ ഷുഡ് വരാം, അതുപോലെ കുഡ് വരാം. കുഡ്, അതുപോലെ മൈറ്റ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് പ്ലസ്
V1 പ്ലസ് V1 അവിടെ ഉത്തരം. വുഡ്, ഷുഡ്, ഗുഡ്, മൈറ്റ് പ്ലസ് V1. അപ്പൊ നമുക്ക് ഇഫ് പ്ലസ് ന്യൂ എന്ന് പറയുന്നത് V2 ആണ്. അതുകൊണ്ട് നമുക്ക് വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം, മൈറ്റ് വരാം പ്ലസ് V1. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? വുഡ് വരുന്ന രണ്ട് ഓപ്ഷനും ഉണ്ട്. ദാ ബി ഓപ്ഷനും ഉണ്ട്, ഡി ഓപ്ഷനും ഉണ്ട്. ഡിയിൽ വുഡ് ഹാവ് ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് അത് വരില്ല. നമുക്കപ്പം ഏത് ഓപ്ഷൻ വരുന്നു? ഇത് ബി ഓപ്ഷൻ നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓപ്ഷൻ ബി ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കിയേ. it is not an intelligent decision to dash with national security. ഓക്കെ, നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ബുദ്ധിപരമായ ഡിസിഷൻ അല്ല എന്നാണ്. എന്തോ ഒരു കാര്യം ചെയ്യുന്നത് ബുദ്ധിപരമായ ഡിസിഷൻ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇല്ലേ? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഫ്രൈസസ് ആണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. ബ്ലൈൻഡ് അലി ഓപ്ഷനിലുണ്ട്. ബ്ലൈൻഡ് അലി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ബ്ലൈൻഡ് അലി മീൻസ് എന്ത് ചെയ്യുന്നു? ബ്ലൈൻഡ് അലി മീൻസ് വഴങ്ങിക്കൊടുക്കുന്ന അല്ലെങ്കിൽ വഴങ്ങുന്ന അവസ്ഥ. നമ്മൾ ഒരു കാര്യം വഴങ്ങിക്കൊടുക്കുന്ന അവസ്ഥ എന്നർത്ഥം. ഒരു കാര്യം വഴങ്ങുക അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം നമ്മൾ വഴങ്ങിക്കൊടുക്കുക. അതുപോലെ രണ്ടാമത്തെ കട്ട് കോർണർ. കട്ട് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? എളുപ്പത്തിൽ തീരുമാനങ്ങൾ എടുക്കുക. നമ്മൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കുക. പിന്നെ അതേപോലെ എന്ത് ചെയ്യുന്നു? ചിന്തിക്കാതെയും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുക. അതിനാണ് കട്ട് കോർണർ എന്ന് പറയുന്നത്. റിംഗ് എ ബെൽ എന്ന് പറഞ്ഞാലോ? റിംഗ് എ ബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പരിചിതമുള്ളതായി തോന്നുക, പരിചയമുള്ളതായിട്ട് തോന്നുക. റിംഗ് എ ബെൽ. ഡ്രോ എ ബ്ലാങ്ക് എന്ന് പറഞ്ഞാലോ? ഡ്രോ എ ബ്ലാങ്ക് മീൻസ് പരാജയപ്പെടുത്തുക. അപ്പൊ ബ്ലൈൻഡ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബ്ലൈൻഡ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൂടെ? നമ്മള് വഴിമുട്ടി നിൽക്കുക എന്നൊക്കെ പറയില്ലേ? ബ്ലൈൻഡ് ആയിട്ട് നിൽക്കുക, നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുക, വഴിമുട്ടി നിൽക്കുക, വഴിമുട്ടുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടില്ല എന്ന് നടിക്കുക എന്ന അർത്ഥത്തിൽ പറയുന്നു. കട്ട് കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? എളുപ്പത്തില് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? നല്ല നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോഴത്തേക്കും എളുപ്പത്തിലൊന്നും അല്ലെങ്കിൽ പെട്ടെന്ന് ചിന്തിക്കാതെ തീരുമാനങ്ങൾ എടുക്കുക. റിംഗ് എ ബെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയമുള്ളതായി എന്ത് ചെയ്യുന്നുണ്ട്? പരിചയമുള്ളതായി തോന്നുക. ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുത്തുക എന്നാണ്. നമുക്കിവിടെ ഉചിതമായിട്ട് ഏത് വരുന്നു? ഇവിടെ കട്ട് കോർണേഴ്സ് ആണ് കേട്ടോ. കട്ട് കോർണേഴ്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അതായത് ഒരു നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇന്റലിജന്റ് ഡിസിഷൻ അല്ല, ഒരു ചിന്തിക്കാതെയും എന്ത് ചെയ്യുന്നുണ്ട്? പെട്ടെന്ന് എടുത്തുചാടി എടുക്കുന്ന തീരുമാനങ്ങൾ നല്ലതല്ല എന്നർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കട്ട് കോർണേഴ്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ബ്ലൈൻഡ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് നിൽക്കുക, ഒരു കാര്യം കണ്ടില്ല എന്ന് അടിച്ച് നിൽക്കുക എന്നർത്ഥത്തിൽ പറയും. അടുത്ത ചോദ്യം നോക്കിയേ. മനു വിൽ ഗോ ഡാഷ് ദ 7:30 ബസ്. കണ്ടല്ലോ. അപ്പൊ നമ്മൾക്ക് പ്രിപ്പോസിഷൻ ആണ് ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. ഇന്നുണ്ട്, ഓൺ ഉണ്ട്, ബൈ ഉണ്ട്, ഫോർ ഉണ്ട്. കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യം, വാഹനങ്ങളുടെ സഞ്ചാര മാർഗങ്ങൾക്ക് മുന്നില് ബൈ എന്ന പ്രിപ്പോസിഷൻ ആണ് ചേർക്കുന്നത്. വെഹിക്കിൾസിന്റെ പേരിന് മുന്നിൽ നമ്മൾ എന്ത് ചേർത്ത് പറയണം? ബൈ ചേർത്താണ് പറയേണ്ടത് കേട്ടോ. എന്നാൽ വെഹിക്കിൾസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എന്തൊക്കെയായിട്ട് തിരിക്കാം? വലിയ വാഹനങ്ങളെന്നും ചെറിയ വാഹനങ്ങളെന്നും പറഞ്ഞ് തിരിക്കാം. ഇതിൽ വലിയ വാഹനങ്ങളാണ് ബസ്, കാറ്, ലോറി, ഷിപ്പ്, ട്രെയിൻ ഒക്കെ വലുതാണ്. ബസ്, കാറ്, ലോറി, ഷിപ്പ്, ട്രെയിൻ. ചെറുത് കാറ്, അതേപോലെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഓട്ടോ, അതേപോലെ എന്ത് ചെയ്യും? ജീപ്പ്, ഇങ്ങനെയൊക്കെ പറയുന്നതെല്ലാം ചെറുതാണ്. വാന്, ഇതൊക്കെ ചെറുതാണ്. ഇനി വലിയ വാഹനങ്ങൾക്ക് മുന്നില് നമുക്ക് തന്നിരിക്കുന്ന വലിയ വാഹനങ്ങൾക്ക് മുന്നില് നമ്മൾ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മൾ ബൈ ആണ് ചേർക്കുന്നത് വാഹനങ്ങളുടെ പേരിന് മുന്നിൽ. എന്നാൽ വലിയ വാഹനങ്ങളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വല്ലതും വന്നിട്ടുണ്ടെന്ന് നോക്കാം. അല്ല എങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ ഉണ്ടായി? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ. ഏതൊക്കെയാണ് മക്കളെ? മൈ, അവർ, യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ. ഇതിന് പറയുന്ന പേരാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. ഇതിൽ ഏതെങ്കിലും ആർട്ടിക്കിൾ അല്ലെങ്കിൽ പൊസസീവ് അഡ്ജക്റ്റീവ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ബൈ ചേർക്കരുത്. പകരം വലിയ വാഹനങ്ങളാണെങ്കിൽ ഓണ് ചേർത്ത് പറയുക. എന്ത് ചേർത്ത് പറയുക? ഓണ് ചേർത്ത് പറയുക. ഓക്കെ. ഇനി എന്ത് ചെയ്യുന്നൂടെ? വാഹനങ്ങളിൽ ചെറിയ വാഹനങ്ങള്, കാറ്, ജീപ്പ്, ഓട്ടോ, ഇങ്ങനെയുള്ള ചെറിയ വാഹനങ്ങള്, അവയ്ക്ക് മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബൈ ചേർക്കരുത്. പകരം ഇന്ന് ചേർത്ത് പറയുക. പകരം എന്ത് ചേർത്ത് പറയുക? ഇന്ന് ചേർത്ത് പറയുക. എന്നാൽ കാൽനടയെ നടക്കുന്നു എന്ന് പറയാൻ വേണ്ടി ഓൺ ആണ് ചേർക്കണം. ഓൺ ഫുട്ട്. ഓക്കെ. ബൈക്ക്, കാറ്, ഷിപ്പ് അല്ലെങ്കിൽ ബൈക്ക് സാധാരണ നമ്മൾ 2 വീലേഴ്സിന്റെ മുന്നിൽ എപ്പോഴും ബൈ ആണ് ചേർക്കുന്നത് കേട്ടോ. എന്നാൽ 2 വീലേഴ്സിന്റെ പേരിന് മുന്നിലായിട്ട് പൊസസീവ് അഡ്ജക്റ്റീവോ അല്ലെങ്കിൽ ആർട്ടിക്കിളോ വന്നിട്ടുണ്ടെന്ന് നോക്കാം. പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇന്നല്ല ചേർക്കേണ്ട, ഓണ് ചേർത്ത് പറയണം. എന്ത് ചേർത്ത് പറയണം? ഓണ് ചേർത്ത് പറയണം. 2 വീലേഴ്സ് ആണ് കേട്ടോ.
ടു വീലേഴ്സിന്റെ മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചേർത്ത് പറയുക? ഓൺ ചേർക്കുക. ഇത്രയും കാര്യം എങ്ങനെയാണ് എന്ത് ചെയ്യും? പ്രിപ്പോസിഷനും വാഹനങ്ങളുമായുള്ള ബന്ധം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാണ്ടേ, ഇവിടെ തന്നിരിക്കുന്നതിൽ ബസ്സാണ് കിടക്കുന്നത്, അതിന്റെ മുന്നിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചേർക്കും? ബൈ ചേർക്കോ ഓൺ ചേർക്കോ? നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓൺ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി, ഓൺ അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഈ അടുത്ത നോക്കി ഏഴാമത്തെ ചോദ്യം, ഫൈൻഡ് ഔട്ട് വിച്ച് പാർട്ട് ഓഫ് ദ സെന്റൻസ് ഹാസ് ആൻ എറർ. ഇഫ് there is no error, സെലക്ട് ഓപ്ഷൻ ഡി. തന്നിരിക്കുന്ന സെന്റൻസിൽ തെറ്റുണ്ടെങ്കിൽ കണ്ടെത്തുക, തെറ്റില്ല എങ്കിൽ ഓപ്ഷൻ ഡി നമുക്ക് എഴുതാം. നോ എറർ എന്ന രീതിയിൽ ഓപ്ഷൻ ഡി എഴുതാം. നോക്കിയ ചോദ്യം ഇങ്ങനെയാണ്, മൈ ഡോട്ടർ വിത്ത് ഓൾ ഹെർ ഫ്രണ്ട്സ് ഹാവ് അറൈവ്ഡ്. കണ്ടല്ലോ, അപ്പൊ മൈ ഡോട്ടർ എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ടാണ്. ഇനി വിത്ത് ഓൾ ഹെർ ഫ്രണ്ട്സ് എന്ന് പറയുന്ന സെക്കൻഡ് പാർട്ട്. തേർഡ് പാർട്ടാണ് ഏതെന്ന് പറയുന്നത്? ഹാവ് അറൈവ്ഡ് എന്ന് പറയുന്നത് തേർഡ് പാർട്ടാണ്. നമുക്കുള്ള കീവേഡ് എന്ന് പറയുന്നത് വിത്ത് ആണ് കേട്ടോ കുട്ടികളെ. വിത്ത് വെച്ചിട്ട് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചാൽ ആദ്യത്തെ സബ്ജക്റ്റിന്റെ, ആ വാക്ക് വരുന്നതിന്റെ മുന്നിലത്തെ സബ്ജക്റ്റ്, ആദ്യ സബ്ജക്റ്റിന്റെ സിംഗുലാർ അല്ലെങ്കിൽ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം എഴുതണം. ആദ്യ സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഉത്തരം സിംഗുലാർ, ആദ്യ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഉത്തരം പ്ലൂറൽ. അപ്പൊ നമുക്ക് ഇവിടെ ഹാവ് വരുമോ? ഹാവ് വരില്ല, അവിടെ ഹാസ് ആണ് വരേണ്ടത്. അപ്പൊ ഏത് പാർട്ടാണ് തെറ്റ്? തേർഡ് പാർട്ടാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് തേർഡ് പാർട്ട് ഏതാണ്ട് ഓപ്ഷൻ സി ആണ് നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? ഓപ്ഷൻ സി നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഓക്കെ, അടുത്ത നോക്കിയേ, സെലക്ട് ദ കറക്റ്റ് വേർഡ് ഓഫ് സ്പെല്ലിംഗ്. സ്പെല്ലിംഗ് കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഹ്യൂമറസിന്റെ സ്പെല്ലിംഗ് ഏതെന്നാണ്. ഹ്യൂമറസിന് എന്ത് ചെയ്യുന്നുണ്ട്? പല രീതിയിൽ സ്പെല്ലിംഗ് എഴുതിയിട്ടുണ്ട്. ഉചിതമായിട്ടുള്ളത് സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഹ്യൂമറസിന്റെ സ്പെല്ലിംഗ് ഏതാണ്? സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. HUMAROUS, ഹ്യൂമറസ്. അടുത്ത നോക്കിയാണ് കുട്ടികളെ, അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന പാർട്ട് ഐഡന്റിഫൈ ചെയ്യാണ് ചോദ്യം കിടക്കുന്നത്. എന്താ? അത്ലറ്റ് റാൻ വിത്ത് ഗ്രേറ്റ് സ്പീഡ്. വിത്ത് ഗ്രേറ്റ് സ്പീഡ് ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് റാൻ എന്ന് പറയുന്ന വാക്കിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡ്, വിത്ത് എ ഗ്രേറ്റ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് അതിന്റെ ആഡ്വെർബ് ആണ്. നമുക്ക് ഓപ്ഷനിൽ ആഡ്വെർബ് ഉണ്ട്, ആഡ്വെർബ് ഫ്രൈസ് ഉണ്ട്, ആഡ്വെർബ് ക്ലോസ് ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് വെറും ആഡ്വെർബ് അല്ല, ആഡ്വെർബ് ഫ്രൈസ് ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ആഡ്വെർബ് ഫ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൂടെ? നമ്മൾ സാധാരണ ഈ റാൻ എന്ന് പറയുന്ന വാക്കിനെ വിശേഷിപ്പിച്ചതാണ് സ്പീഡ് എന്ന് പറയുന്നത്, ഇല്ലേ? അത് ആഡ്വെർബ് ആണ്, അതൊരു ആഡ്വെർബ് ആണ്. വെർബിനെ വിശേഷിക്കുന്ന വാക്കുകൾക്ക് പറയുന്ന പേരാണ് ആഡ്വെർബ്. ഇനി ആ ആഡ്വെർബിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി കുറച്ചും കൂടെ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നില്ലേ? വിത്ത് എ ഗ്രേറ്റ് സ്പീഡ്. ഇങ്ങനെ നമ്മൾ ആഡ്വെർബിനെ കൂടെ വിശേഷിപ്പിക്കാൻ വേണ്ടി വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആഡ്വെർബ് ഫ്രൈസ് എന്ന് പറയാം. ഓക്കെ, അതുകൊണ്ട് അതിനെ പറയുന്ന പേര് ആഡ്വെർബ് ഫ്രൈസ്. ആന്റോണിയം എഴുതാനാണ് 10ാമത്തെ ചോദ്യം. ഫെലിസിറ്റസ് എന്ന് പറയുന്നതിന്റെ ആന്റോണിം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശ്രേഷ്ഠമായത്, ഉചിതമായത് എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. ഇൻഅപ്രോപ്രിയേറ്റ്, നല്ലത് എന്ന അർത്ഥത്തിൽ വരുന്നു. അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ്, കൃത്യതയില്ലാത്തത്, ശ്രേഷ്ഠമല്ലാത്തത് എന്ന അർത്ഥത്തിൽ വരുന്നു. പ്ലീസ്ഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഡെക്കറസ്, റിലവന്റ്, ഈ വാക്കിന്റെ ഒക്കെ അർത്ഥം, ഈ 3 വാക്കുകളുടെ അർത്ഥം എന്ത് ചെയ്യും? ശ്രേഷ്ഠമായത്, മഹത്തരമായത് എന്ന അർത്ഥത്തിലാണ്. നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഇൻഅപ്രോപ്രിയേറ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് എന്ത് ചെയ്യുന്നവിടെ ഉത്തരമായിട്ട് വരുന്നത്. നല്ലത് എന്ന അർത്ഥത്തിൽ ഫെലിസിറ്റസ് എന്നതിന്റെ അർത്ഥം ശ്രേഷ്ഠമായത്, ഉചിതമായത് എന്ന അർത്ഥത്തിലാണ്. ഇൻഅപ്രോപ്രിയേറ്റ്, ഉചിതമല്ലാത്തത് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അപ്രോപ്രിയേറ്റ് അല്ലാത്തത് എന്ന അർത്ഥത്തിൽ പറയുന്നു. ബാക്കിയെല്ലാം അതിന്റെ സിനോണിമാണ്. ഇതാണ് 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യം.